പരിശുദ്ധനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 7-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: പരിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കുവാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനും ആയവൻ പറയുന്നു, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദാവീദിന്റെ താക്കോൽ കൈവശമുള്ള നസ്രായനായ യേശു ക്രിസ്തു നിന്റെ പ്രവൃത്തികൾ അറിയുന്നു. അവിടുത്തെ ഹിതപ്രകാരമുള്ളതാണ് നിന്റെ പ്രവൃത്തികളെങ്കിൽ നിനക്ക് വേണ്ടിയുള്ള അനുഗ്രഹത്തിന്റെ വാതിൽ യേശു ക്രിസ്തു തുറക്കുക തന്നെ ചെയ്യും. വചനം പ്രഖ്യാപിക്കുന്നു, അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കുവാൻ കഴിയുകയില്ല. തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഈജിപ്തിൽ നിന്നും പലായനം ചെയ്ത ഇസ്രായേൽ ജനത ചെന്നു നിൽക്കുന്നത് ആർത്തിരമ്പുന്ന ചെങ്കടലിന്റെ അടുത്താണ്. ഇസ്രായേൽ ജനതയെ പിടികൂടുവാൻ, നശിപ്പിക്കുവാൻ പുറകെ വരുന്ന ഈജിപ്തിലെ ഫറവോയും സൈന്യത്തെയും കണ്ട് ഇസ്രായേൽ ജനത പരിഭ്രമിച്ചു പോയി. നിലവിളികൾ ഉയർന്നു. ആരു തങ്ങളെ രക്ഷിക്കും എന്ന ആവലാതികൾ ഉയർന്നു. മുൻപിൽ ചെങ്കടലും പുറകെ ഈജിപ്ത് സൈന്യവും. പോയി ഒളിക്കുവാൻ ഇനി ഒരിടവുമില്ലാതെ പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യ നിൽക്കുമ്പോൾ അവരുടെ രക്ഷയ്ക്കായി ഒരു രക്ഷകൻ വന്നു. അത് കർത്താവായ ദൈവമായിരുന്നു. അവിടുന്ന് മോശയോട് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള വടിയെടുത്ത് ചെങ്കടലിന് നേരെ നീട്ടുക. കർത്താവ് പറഞ്ഞത് മോശ അനുസരിച്ചപ്പോൾ കർത്താവ് ചെങ്കടലിനെ രണ്ടായി പകുത്തു. ചെങ്കടൽ രണ്ടായി രണ്ടു വശത്തും ഒരു മതിൽ പോലെ നിന്നു. ഇസ്രായേൽ ജനത ചെങ്കടലിന്റെ നടുവിലൂടെ നടന്നു നീങ്ങി രക്ഷപ്പെട്ടു. സ്നേഹമുള്ളവരെ, ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരു വാതിൽ തുറന്നതാണ് ചെങ്കടലിൽ നാം കണ്ടത്. അവരെ തകർക്കുവാൻ കടന്നു വന്ന ഈജിപ്തുകാരെ അതേ ചെങ്കടൽ അടച്ച് നശിപ്പിക്കുന്നതും തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ നിരാശപ്പെട്ടിരിക്കുന്ന, എല്ലാം അവസാനിച്ചു എന്ന് കരുതി ഇരിക്കുന്ന, മുൻപോട്ട് പോകുവാൻ കഴിയാത്ത നിനക്ക് വേണ്ടി ദൈവം വഴികൾ തുറക്കും. നീ മരിക്കേണ്ട ആവശ്യമില്ല. നിനക്ക് വേണ്ടി യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശു നിനക്ക് വേണ്ടി വാതിൽ തുറന്നാൽ അത് അടയ്ക്കാൻ ആർക്കും കഴിയുകയില്ല. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം 22-ാം വാക്യം പ്രഖ്യാപിക്കുന്നു, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. സ്നേഹമുള്ള മകനെ, മകളെ, നിന്റെ തെറ്റുകളെ തുടച്ചു നീക്കുന്ന ദൈവത്തെ നിന്റെ ജീവിതത്തിൽ, ഹൃദയത്തിൽ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും സ്വീകരിക്കാമോ? നിന്റെ ഭയം നിന്നെ വിട്ടുപോകും. നിരാശ നിന്നെ വിട്ടുപോകും. നിനക്ക് സൗഖ്യം ലഭിക്കും. ദുഷ്ടന്റെ ആധിപത്യം നിന്നെ വിട്ടുപോകും. കർത്താവ് നിനക്ക് വേണ്ടി വാതിൽ തുറന്നാൽ ആരും അടയ്ക്കുകയോ കർത്താവ് അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. ഹല്ലേലൂയ. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ വൈരിயின் വാതിൽ അടച്ചിടുമേ. തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ വൈരിயின் വാതിൽ അടച്ചിടുമേ. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, തിരുവചനത്തിൽ യേശു ചെയ്ത നിരവധി അത്ഭുതങ്ങളുണ്ട്. യേശു മുടന്തനെ സൗഖ്യമാക്കി, തളർവാദിയെ സൗഖ്യമാക്കി, ചെകിടനെ സൗഖ്യമാക്കി. ഇങ്ങനെ നിരവധി അത്ഭുതങ്ങൾ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കും.
യേശുവിന്റെ മരണത്തിന് മുൻപ് ചെയ്ത അതേ അത്ഭുതങ്ങൾ ഇന്നും യേശു ക്രിസ്തു ചെയ്തുകൊണ്ടിരിക്കുന്നു. യേശു തുറന്നാൽ നിനക്ക് വേണ്ടിയുള്ള വാതിൽ ആർക്കും അടയ്ക്കുവാൻ സാധിക്കുകയില്ല. പ്രാർത്ഥിക്കുക. ശത്രു ഒരു വഴിയായി വന്നാൽ 7 വഴിയായി ചിതറിക്കുമേ. ഹല്ലേലൂയ. ഭാരങ്ങളേറിടും വേളകളിൽ തൻ കൃപയാൽ എന്നെ തുണച്ചിടുമേ. ആമേൻ. ശത്രു ഒരു വഴിയായി വന്ന് 7 വഴിയായി ചിതറിക്കുന്നു. ഹല്ലേലൂയ. ജീസസ്. ഭാരങ്ങളേറിടും വേളകളിൽ തൻ കൃപയാൽ എന്നെ തുണച്ചിടും. യേശു ഒരു വാതിൽ തുറന്നാൽ ആമേൻ. ആമേൻ. ആർക്കും അടപ്പാനാവുകില്ല. ഹല്ലേലൂയ. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ദൈവത്തിന്റെ അനുഗ്രഹം നമ്മൾ അനുഗ്രഹം പ്രാപിക്കണം എന്നതാണ്. വിശ്വസിക്കണം. ഹൃദയത്തിൽ സംശയിക്കാതെ യേശുവിൽ വിശ്വസിക്കണം. ചോദിക്കണം. വ്യക്തമായി ഏത് കാര്യവും കർത്താവിനോട് ചോദിക്കണം. കൽപ്പിക്കണം. ദുഷ്ടനോട് പ്രശ്നത്തോട് മാറിപ്പോകുവാൻ കൽപ്പിക്കണം. പ്രതീക്ഷിക്കണം കർത്താവിന്റെ അത്ഭുതങ്ങൾ. കഥകൾ തകർത്തിടും. ഹല്ലേലൂയ. ദുർഘടമെല്ലാം നിരപ്പാക്കും. ആമേൻ. യെരിഹോ മതിലും യോർദാനും ഓരോന്നായി വഴി മാറ്റിടുമേ. ഹല്ലേലൂയ. കഥകൾ തകർത്തിടുമേ. ദുർഘടമെല്ലാം നിരപ്പാക്കുമേ. ആമേൻ. യെരിഹോ മതിലും യോർദാനും ഓരോന്നായി വഴി മാറ്റിടും. വിശ്വാസത്തോടെ യേശു ഒരു വാക്കു പറഞ്ഞാൽ ആമേൻ. ആർക്കും എതിർപ്പാനാവുകില്ല. ഹല്ലേലൂയ. യേശു വിടുതൽ അയച്ചാൽ ആർക്കും തടയാനാവുകില്ല. യേശു ഒരു വാക്കു പറഞ്ഞാൽ ആർക്കും എതിർപ്പാനാവുകില്ല. ഹല്ലേലൂയ. യേശു വിടുതൽ അയച്ചാൽ ആർക്കും തടയാനാവുകില്ല. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ. എനിക്കായി വാതിൽ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അടച്ചിടുമേ. എല്ലാ വാതിലുകളും കർത്താവിന്റെ നാമത്തിൽ തുറക്കട്ടെ. അനുഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കട്ടെ. ദുഷ്ടന്റെ ആധിപത്യം അടയട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിന്റെ ശക്തിയാൽ. ഹല്ലേലൂയ. ഓ ഗ്ലോറി ഗ്ലോറി. ആരാധന കർത്താവെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകല മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് യേശുവിന്റെ സാന്നിധ്യവും അനുഗ്രഹവും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകല മക്കളിലും കടന്നു വരട്ടെ എന്നും അതുവഴി ഇന്ന് നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവ തിരുസന്നിധിയിൽ സ്വീകാര്യമാകട്ടെ എന്നും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.